കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈശ്വര, ഇതത് തന്നെ. അല്ലെങ്കിൽ എന്തിനാ ഇയാൾ കൈ മറച്ചു പിടിച്ചിരിക്കുന്നത്? അതായിരുന്നു. പിന്നെ ഇയാൾ എന്താ വിചാരിച്ചേ? ഞാൻ വിചാരിക്കുന്നൊക്കെ തന്നോട് പറയണമെന്നുണ്ടോ? അല്ല, എന്നോട് പറയാവുന്നതാണെങ്കിൽ പറഞ്ഞാ മതി. ഇയാളുടെ അടുത്ത് പറഞ്ഞല്ലേ അടുത്തോട്ട് വരണ്ടെന്ന്? വരും. എന്താ റിമോട്ട്? എന്തത്ര പേടി? പില്ലോ എടുക്കണ്ടേ? ഇനി എന്തോ ബെഡ്ഷീറ്റ്. എന്താടാ നോക്കുന്നേ? ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? വേണ്ട. അതെന്താ? അത് എനിക്ക് ഏറിട്ട് പേടിയാ. ഓ, അപ്പൊ എന്നാ നമുക്ക് കിടന്നാലോ? അവിടെ കിടക്കുക. മാമാൻഡി, എന്താ മോളെ? എന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നേ? എനിക്ക് ഇപ്പൊ അറിയണോ അത്? ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേന്ന്? അത് നിനക്കറിയില്ലേ മോളെ? ഒരു മിടുക്കൻ ചെറുക്കനുമായിട്ട് മോളുടെ കല്യാണം നടത്തി കൊടുക്കാവുന്ന നിന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കല്ലേ ഞാൻ. എന്റെ ഉത്തരവാദിത്വ അതിപ്പോ. ശരി, അപ്പൊ അതുവരെ വിഷ്ണുവേട്ടനും ശാലിനിയും ദാമ്പത്യ ജീവിതം തുടങ്ങില്ല എന്നല്ലേ പറഞ്ഞിരുന്നേ? അതും ഒരു വാക്ക് കൊടുക്കലായിരുന്നു. അതെ, വാക്ക് കൊടുക്കലായിരുന്നു. പക്ഷെ ഭാമാൻഡി എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത വാക്കൊക്കെ നൽകുന്നേ? ഒരിക്കലും നടപ്പാക്കാൻ സാധിക്കാത്ത വാക്കുകൾ. ആവശ്യമില്ലാത്ത, നടപ്പാക്കാൻ സാധിക്കാത്ത വാക്കുകളോ? അതെ. അല്ലെങ്കിലേ മുകളിൽ ചെന്ന് നോക്ക്. ബെഡ്റൂമിലെ അവർ ആദ്യ രാത്രി ആഘോഷിച്ചോണ്ടിരിക്കുക, പൊന്നും പൂവും പാലും തേനും ഒക്കെ ആയിട്ട്. നീ എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയുന്നത് സത്യം. കുറച്ചു മുമ്പേ രണ്ടുപേരും കൂടെ ജീപ്പിൽ പുറത്ത് കറങ്ങാൻ പോയിരുന്നു. ഈ രാത്രിയിലോ? അതെ. എന്നിട്ടെന്താ, ഉലകം ചുറ്റലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ തിരിച്ചു വന്ന് കയറിയതേ ഉള്ളൂ. തിരികെ വരുമ്പോ വിഷ്ണുവേട്ടന്റെ കയ്യില് ദാ ഈ അളവിൽ മുല്ലപ്പൂ ഉണ്ടായിരുന്നു. രണ്ടാളും കൂടെ ആദ്യ രാത്രി ആഘോഷിക്കാൻ അല്ലെങ്കിൽ ഈ രാത്രിയില് പിന്നെ എന്തിനാ ആന്റി മുല്ലപ്പൂവും ചുമന്നോണ്ട് നടക്കുന്നേ? ആണോ? എങ്കിൽ ആന്റി ചോദിക്കാം. മോളെവിടെ നിൽക്കേ? നാണം. ഓ, എന്റെ മനസ്സിലൊരു നാണം, എന്റെ മനസ്സിലൊരു നാണമോ, പിന്നെ
മനസ്സിലൊരു നാണം. പേലിത്തൂവൽ പൂവുന്നുള്ളി. വിഷ്ണു 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 അല്ല, അമ്മ എന്തിനാ വിളിക്കുന്നേ? വിഷ്ണു നിക്ക് ഇപ്പൊ തുറക്കല്ലേ. ഇനി തുറന്നോ. അയ്യോ, ഇത് പിടിച്ചോ. വിഷ്ണു കതവ് തുറക്കാനാ പറഞ്ഞത്. എന്താ അമ്മ? എന്താണ് വാതില് തുറക്കാൻ ഇത്ര താമസം? അല്ല, ഞങ്ങള് ഉറങ്ങാൻ തുടങ്ങായിരുന്നു. അമ്മ എന്താച്ച കാര്യം പറഞ്ഞു? എന്തു പറയാൻ? സത്യഭാമയുടെ വാക്കിനു വേണ്ടി സത്യഭാമയുടെ മകൻ ജീവൻ വരെ കൊടുക്കുന്നു വിശ്വസിച്ചിരുന്നവളാ ഞാൻ. പക്ഷേ ആ വിശ്വാസം നീ കെടുത്തിക്കളഞ്ഞു. എന്റെ വാക്ക് മറികടന്ന നീ ഇവളെ വിവാഹം കഴിച്ചത്. പക്ഷെ പിന്നീടെങ്കിലും നീ എന്റെ വാക്കിന് വില കൊടുക്കുന്നുള്ള വിശ്വാസത്തില ഇവളെ ഈ പടി ചവിട്ടാൻ ഞാൻ സമ്മതിച്ചത്. എന്റെ അമ്മ, ഈ രാത്രി നേരത്തെ കഥവും തട്ടി തുറപ്പിച്ചിട്ട് അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരമ്മയ്ക്ക് മകനോടാവുമ്പോ എല്ലാ കാര്യങ്ങളും മുഖത്ത് നോക്കി തെളിച്ചു പറയാൻ കഴിയണമെന്നില്ല. ചിലതൊക്കെ പറയാതെ വേണം മകൻ മനസ്സിലാക്കാൻ. എന്റെ അമ്മ, ഞാനൊരു പക്ഷിശാസ്ത്രകാരനൊന്നുമല്ല പറയാത്ത കാര്യങ്ങളൊക്കെ എന്നെ പ്രവചിക്കാൻ. അല്ല, അമ്മ എന്താ മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ശരി, എന്ന് തെളിച്ചു തന്നെ പറയാം. സുസ്മിതയുടെ വിവാഹം കഴിയുന്നത് വരെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പാടില്ല. അവളുടെ കണ്ണീര് ഇവിടെ വീഴുമ്പോ നിങ്ങളുടെ പൊട്ടിച്ചേരി ഇവിടെ മുഴങ്ങാൻ പാടില്ലെന്നർത്ഥം. ഇത് ഞാൻ പറയാതെ തന്നെ നീ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഇതുവരെ ഞാൻ കരുതിയിരുന്നത്. അല്ല, അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു അമ്മ ഈ പറഞ്ഞു വരുന്നത്? നീ എന്തിനാണ് രാത്രി മുല്ലപ്പൂക്കെ വാങ്ങിച്ചോണ്ട് വന്നേ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ദൈവമേ, അതാണ് ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അമ്മ ഒന്നേ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? വാ. ഒന്ന് വേഗം നടക്കമ്മ, വാ. വിഷ്ണു, നീ എന്നെ ഇത് എവിടേക്ക് കൊണ്ടുപോന്നേ? അമ്മ ഇങ്ങ് വന്നേ, ഞാൻ കാണിച്ചു തരാം. എന്ത് കാണിക്കാൻ? ദാ നോക്ക്. വാമ വാമ, അടുത്ത് കാണിച്ചു തരാം. വാ. ദേ കണ്ടോ, ഇപ്പൊ മനസ്സിലായി ഞാൻ പൂവെന്തിനാ വാങ്ങിയെന്ന്. എന്റെ കൃഷ്ണ, അതെ, പൂവി ഭൂമിയിൽ മുളവിട്ടെന്ന് തന്നെ ദേവീ ദേവന്മാരുടെ ആരാധനയ്ക്ക് വേണ്ടിട്ടാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്ത് ഉപയോഗവും. എന്റെ അമ്മ ഇതൊന്നും കാര്യാക്കണ്ട. ഓരോരുത്തരെ അവരവരുടെ മനസ്സിലിരിപ്പ് അനുസരിച്ചിട്ടാ ഓരോന്ന് സങ്കല്പിച്ച് കൂട്ടുന്നേ. അല്ല, ഈ നേരത്ത് പുറത്തു പോയി പൂ വാങ്ങിച്ചോണ്ട് വന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോ കൃത്യമായ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ വിഷ്ണുവേട്ടൻ. അല്ല സുസ്മിതേ, എല്ലാം നിന്നെ ബോധിപ്പിച്ചിട്ട് വേണം എനിക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ.
എന്റെ അമ്മ ഷാലിനിക്ക് അവളുടെ അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ ഇവളെ പെട്ടെന്ന് ഇവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതാ. കണ്ടു, ദേ തിരിച്ചു വന്നു, അത്ര തന്നെ. എന്താ ഇപ്പൊ മാറിയോ എല്ലാരും സംശയം? മതി മതി, ഒരു തെറ്റിദ്ധാരണയുണ്ടായി. പറഞ്ഞു കഴിഞ്ഞപ്പോ അതങ്ങ് തീർന്നു. വിഷയം വലുതാക്കാതെ എല്ലാരും പോയി കിടന്നുറങ്ങാൻ നോക്ക്. എന്റെ കൃഷ്ണ, അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോരുത്തരുടെ മനസ്സിലിരിപ്പേ. ഈ മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഒക്കെ ഫസ്റ്റ് ആയിട്ട് മാത്രമാണോ ഉപയോഗിക്കുന്നത്? ഈ സുസ്മിത എന്താവോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? കഷ്ടല്ലേ? അതൊക്കെ കഴിഞ്ഞില്ലേ, കിടക്കാൻ നോക്കാം. ഹലോ, ഇതെന്താ ചെയ്യുന്നേ? ഇന്ന് ഞാൻ നിലത്ത് കിടന്നോളാം. കാരണം ഇന്ന് ഇയാളല്ലേ നിലത്ത് കിടക്കുന്നേ. ഇന്ന് മുതല് ഞാൻ കിടന്നോളാം, അത്രേ ഉള്ളൂ. അതെന്തിനാണെന്ന് മനസ്സിലായില്ല. ഇത് ഇയാളുടെ ബെഡ്റൂം അല്ലേ, ഞാൻ ഇയാളുടെ ഭാര്യയും. ഓ സന്തോഷം. ആ ബോധം എല്ലാ കാര്യത്തിലും ഉണ്ടായാ മതി. തൽക്കാലം ഈ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തണ്ടേ. ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. ഒന്ന് മാറുമോ? മൊബൈൽ എടുക്കണം. അമ്മേ, ആഞ്ജനേയ, സ്വപ്നമൊന്നും കാണിക്കില്ലേ? അമ്മേ, ഈ പൂവിന്റെ കാര്യത്തിൽ സുസ്മിത മാത്രമല്ല, ഞാനും ഇയാളെ തെറ്റിദ്ധരിച്ചതാ.
എന്തിനാ ലൈറ്റ് ഓഫ് ചെയ്ത്? താനെന്തിനാ ഈ പണി കാണിച്ചേ? ഞാനെന്ത് പണി കാണിച്ചത്? താൻ ഈ ലൈറ്റ് ഓഫ് ചെയ്ത് എന്തിനാണ്? ചിലപ്പോ ഇതുപോലെ ട്രിപ്പ് ആയതായിരിക്കും. ഓ, ട്രിപ്പായത്. അതെ, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ അലാറം വെച്ചത് മനഃപൂർവ്വമല്ലേ? എന്നെ പേടിപ്പിക്കാനായിട്ട്. ഓ എന്റെ പൊന്നോ, അച്ഛനും മരുന്ന് വാങ്ങാൻ പോകാനായിട്ട് നേരത്തെ എഴുന്നേക്കണായിരുന്നു. അതിനാണ് അലാറം വെച്ചത്. അതിന് ഇങ്ങനത്തെ അലാറാണോ വെക്കുന്നത്? ആ ശബ്ദം കേട്ട് ഞാൻ വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയിരുന്നെങ്കിലോ? ഈ രാക്ഷസന്റെ ചിരിയല്ലേ? ഇത് കേട്ടിട്ട് ഏതെങ്കിലും രാക്ഷസന്റെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ പറഞ്ഞത് കറക്റ്റാ. ഇപ്പൊ ഈ രാക്ഷസന്റെ ഭാര്യയാണല്ലോ ഞാൻ. എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. നേല ഇതുപോലത്തെ ശബ്ദം ഇവിടെ കേട്ട് പോരുത്, കേട്ടല്ലോ? ഓ അടിയൻ. ആ ഇയാളോടല്ലേ പറഞ്ഞു മേലല്ല ശബ്ദം ഇവിടെ കേൾക്കരുതെന്ന്? അത് എന്നോടല്ലേ പറഞ്ഞത്? മൊബൈൽ അതറിയില്ലല്ലോ. ഇത് റിപ്പീറ്റ് അലാറോ? ഇത് നിർത്തണമെന്നുണ്ടെങ്കിലേ നമ്മൾ തന്നെ ഓഫാക്കണം. ഓഫാക്കി. ഒരു കഷ്ടമാണിത്. അതെ, അല്ല അത് അത് തുടച്ചു കളാം. ഏത് ഇവിടെ താടിയ? അത് തുടച്ചാ പോവില്ല, ഷേവ് ചെയ്യണം. അതല്ല, പിന്നെന്താ മൂക്ക? ഇതാ നോക്ക്, കണ്ടില്ലേ? അതങ്ങ് തുടച്ചു കളയാനാ പറഞ്ഞേ. മനസ്സില്ല. ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതായത് ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ മനഃപൂർവ്വം ലൈറ്റ് ഓഫ് ആക്കി, പിന്നെ അലാറം കെട്ടി ഞെട്ടിന്നും പറഞ്ഞ് മനഃപൂർവ്വം കിസ്സടിച്ചു. എന്നിട്ട് ഓസിനൊരു കെട്ടിപ്പിടുത്തു. വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ ഒന്നും കളയും ഞാൻ. വേണ്ടാത്തൊന്നുമല്ല, നടന്ന കാര്യം തന്നെ പറഞ്ഞു. അല്ല, തെളിവന്റെ കവളുണ്ട്. അത് തുടച്ചു കളയാനാ പറഞ്ഞ. അയ്യടാ, എനിക്ക് മനസ്സില്ല. തെളിവ് നശിപ്പിക്കുന്നതേ ഒരു കുറ്റ. എന്നാ പിന്നെ ഞാൻ തുടച്ചു കളയാം. എന്റെ അനുവാദം കൂടാതെ അയാൾ എന്നെ ഉമ്മ വെച്ചതും കെട്ടിപ്പിടിച്ചതൊക്കെ ഇനി എന്റെ അനുവാദം കൂടാതെ എന്റെ ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ. വെച്ചെന്തി